നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. 60 വയസ്സ് കഴിഞ്ഞാൽ സ്ഥിരമായ ഒരു വരുമാനം ലഭിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആശങ്കകൾക്കൊരു പരിഹാരമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അഥവാ PMKMY. 60 വയസ്സ് കഴിഞ്ഞാൽ മാസം കുറഞ്ഞത് 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയാണ് PMKMY. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്തെന്നാൽ, അതായത് നിങ്ങൾ മാസം ചെറിയൊരു തുക അടച്ചാൽ അതിന്റെ സെയിം ആയിട്ടുള്ള എമൗണ്ട് നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റും അടച്ച് നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ നൽകുന്ന ഒരു പദ്ധതിയാണിത്. എന്നാൽ ഇവിടെ പലർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ആർക്കും ഈ പദ്ധതിയിൽ ചേരാൻ കഴിയുമോ? 40 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? 18 വയസ്സിൽ എത്ര രൂപയാണ്? 30 വയസ്സിൽ എത്ര രൂപയാണ്? 40 വയസ്സിൽ എത്ര രൂപയാണ്? ഭർത്താവോ ഭാര്യയോ മരണപ്പെട്ടാൽ പെൻഷൻ എന്താകും? പദ്ധതിയിൽ നിന്ന് നേരത്തെ പുറത്തു പോകാൻ കഴിയുമോ? അതുപോലെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാമോ? ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ് നിയമം? ഇവയെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ വളരെ ലളിതമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഈ പദ്ധതി, ഇതിൽ അംഗമാകുന്ന വ്യക്തി തന്റെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകണം. ഇപ്പോൾ 100 രൂപയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു 100 രൂപ കൂടി നമുക്ക് തരും. അങ്ങനെ 200 രൂപ, അതായത് മാച്ചിങ് കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു രീതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പദ്ധതി. അതിനാൽ ഈ ഒരു പദ്ധതി വളരെയധികം ഉപകാരപ്രദമാണ്. 60 വയസ്സെത്തുമ്പോൾ മിനിമം അഷ്യൂർഡ് പെൻഷൻ 3000 രൂപ പ്രതിമാസം എന്നതാണ് പ്രധാന ആനുകൂല്യം. ഈ ഒരു പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി വളരെ പ്രധാനമാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള അർഹരായവർക്ക് ഇതിൽ പദ്ധതിയിൽ ചേരാം. അതുപോലെ 18 വയസ്സുള്ള ഒരാൾക്കും പദ്ധതിയിൽ ചേരാം. 40 വയസ്സുള്ള ഒരാൾക്കും ഈ പദ്ധതിയിൽ ചേരാം. എന്നാൽ 40 വയസ്സ് കഴിഞ്ഞ് ആദ്യമായി പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് അർഹതയുള്ളവർ പ്രായപരിധിക്കുള്ളിൽ തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് പ്രധാനമാണ്. ഇനി പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. പദ്ധതിയിൽ അടയ്ക്കേണ്ട തുക എല്ലാവർക്കും ഒരേപോലെയല്ല. നിങ്ങൾ പദ്ധതിയിൽ ചേരുന്ന സമയത്തെ പ്രായമനുസരിച്ചാണ് മാസത്തവണ നിശ്ചയിക്കുന്നത്. 18 വയസ്സിൽ പദ്ധതിയിൽ ചേരുന്ന ഒരു വ്യക്തി മാസം 55 രൂപ അടയ്ക്കണം. 19 വയസ്സാണെങ്കിൽ 58, 20 വയസ്സാണെങ്കിൽ 61, 21 വയസ്സാണെങ്കിൽ 64, 22 വയസ്സാണെങ്കിൽ 68, 23 വയസ്സാണെങ്കിൽ 72, 25 ആണെങ്കിൽ 80, 26 ആണെങ്കിൽ 85, അതുപോലെ 30 വയസ്സാണെങ്കിൽ 105, അങ്ങനെ 40 വയസ്സാണെങ്കിൽ 200 രൂപ വരെയാണ് വരുന്നത്. അങ്ങനെ ഓരോ തവണയിലും കൂടും. 31 ആണെങ്കിൽ 110, 32 ആണെങ്കിൽ 120, 33 ആണെങ്കിൽ 130, 34 ആണെങ്കിൽ 140, അങ്ങനെ 200 രൂപ വരെ പോകുന്നുണ്ട്. ഈ ഒരു തുക നിങ്ങൾ മാസം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ ഈ മാസ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ സർക്കാർ എത്ര രൂപ നൽകുമെന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ തുക കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതായത് നിങ്ങൾ 18 വയസ്സുള്ള ഒരാളാണെങ്കിൽ മാസം 55 രൂപ നിങ്ങൾ അടയ്ക്കുന്നു എന്ന് കരുതുക. അതിന് തുല്യമായി സർക്കാർ 55 രൂപ നൽകും. 29 വയസ്സുള്ള ഒരാൾ മാസം 100 രൂപ അടയ്ക്കുമ്പോൾ സർക്കാരും 100 രൂപ അടയ്ക്കും. 40 വയസ്സുള്ള ഒരാൾ മാസം 200 രൂപ അടയ്ക്കുമ്പോൾ സർക്കാരും 200 രൂപ അടയ്ക്കും. അതിന്റെ സ്വന്തം വിഹിതത്തോടൊപ്പം സർക്കാരിന്റെ തുകയും ചേർന്നാണ് പദ്ധതിയുടെ നിക്ഷേപം മുന്നോട്ട് പോകുന്നത്. ഇനി എന്തുകൊണ്ട് നേരത്തെ ചേരുന്നത് പ്രയോജനകരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 18 വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് മാസത്തിൽ 55 രൂപയാണ് അടയ്ക്കേണ്ടി വരുന്നത്. അതേസമയം 40 വയസ്സുള്ള ആളാണെങ്കിൽ 200 രൂപയാണ് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് പ്രായപരിധിക്കുള്ളിൽ നേരത്തെ പദ്ധതിയിൽ ചേരുന്നത് കുറഞ്ഞ മാസത്തവണയിൽ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി 60 വയസ്സിന് ശേഷം എത്ര പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ്. ഇതാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം. പദ്ധതിയിൽ അർഹനായ ഒരു അംഗത്തിന് 60 വയസ്സിന് ശേഷം മാസം കുറഞ്ഞത് 3000 രൂപ പെൻഷൻ ലഭിക്കുമെന്നാണ് പദ്ധതിയുടെ പ്രധാന ആനുകൂല്യം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. 3000 രൂപ ഇപ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന തുകയല്ല, 60 വയസ്സ് പൂർത്തിയായതിനു ശേഷം പ്രതിമാസ പെൻഷൻ ആണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അംഗം മരിച്ചാൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്ത് ചെയ്യുന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. ഇതിനെക്കുറിച്ചും പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗം മരണപ്പെട്ടാൽ അർഹരായ
സാഹചര്യത്തിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ കുടുംബ പെൻഷൻ ലഭിക്കും. അതായത് 3000 രൂപ മുഴുവൻ രൂപയായി 3000 രൂപ ലഭിക്കണമെന്നില്ല. പദ്ധതിയുടെ വ്യവസ്ഥ പ്രകാരം അംഗത്തിന് ലഭിച്ചിരിക്കുന്ന പെൻഷന്റെ 50% അർഹനായ ഭാര്യയ്ക്കോ ഭർത്താവിനോ കുടുംബ പെൻഷനായി ലഭിക്കുന്നത്. ഉദാഹരണത്തിന് അംഗത്തിന് 3000 രൂപ ലഭിച്ചിരുന്നെങ്കിൽ അർഹനായ പങ്കാളിക്ക് 1500 രൂപ കുടുംബ പെൻഷൻ ലഭിക്കും. ഇതാണ് ഇവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യം. ഇനി 60 വയസ്സിന് മുൻപ് അംഗം മരിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇതും പ്രധാനപ്പെട്ട സംശയമാണ്. അംഗം 60 വയസ്സിന് പൂർത്തിയാകുന്നതിന് മുൻപ് മരണപ്പെട്ടാൽ പദ്ധതിയുടെ വ്യവസ്ഥകൾ പ്രകാരം ഭാര്യയ്ക്കോ ഭർത്താവിനോ ചില പ്രത്യേക അവസരങ്ങൾ ലഭിക്കും. പദ്ധതി തുടരാനുള്ള അവസരമോ വ്യവസ്ഥകൾക്ക് വിധേയമായി പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവസരം ഉണ്ടായേക്കാം. അതിനാൽ 60 വയസ്സിന് മുൻപ് മരണപ്പെട്ടാൽ അടച്ച പണം മുഴുവൻ നഷ്ടപ്പെടുമെന്ന് ലളിതമായി പറയുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇനി ഇത്തരം സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. ഇനി ആർക്കൊക്കെയാണ് പദ്ധതിയിൽ ചേരാൻ കഴിയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അർഹമായ ഭൂമിയുണ്ടെന്നും പ്രായം 18ഉം 40 വയസ്സുമാണെന്നും നോക്കി മാത്രം പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. ചില വിഭാഗങ്ങളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് ചില കേന്ദ്ര സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ അംഗമായവർക്കും ഈ പദ്ധതിയിൽ അർഹത ഉണ്ടായിരിക്കില്ല. ദേശീയ പെൻഷൻ പദ്ധതിയിലോ തൊഴിലാളികളുടെ ചില സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലോ അംഗത്വമുള്ളവർക്കും വ്യവസ്ഥകൾ ബാധകമാണ്. സർക്കാർ ജീവനക്കാരും പ്രത്യേക ഒഴിവാക്കൽ വ്യവസ്ഥയുണ്ട്. ആദായ നികുതി അടയ്ക്കുന്നവർക്കും പദ്ധതിയിൽ അർഹതയില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അർഹത ഉറപ്പാക്കണം. ഇനി സർക്കാർ ജീവനക്കാർക്ക് ഈ ഒരു പെൻഷൻ തുക ലഭിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. സാധാരണയായി കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്കും ചില സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പദ്ധതിയിൽ അർഹതയില്ല. എന്നാൽ എല്ലാ സർക്കാർ ജീവനക്കാരെയും ഒരേ രീതിയിൽ കാണാൻ സാധിക്കുകയുമില്ല. ഔദ്യോഗിക വ്യവസ്ഥകൾ ചില പ്രത്യേക വിഭാഗങ്ങളെ വേർതിരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഈ പദ്ധതി ലഭിക്കുമോ എന്നതിൽ സംശയമുണ്ടെങ്കിൽ സ്വന്തം ജോലി വിഭാഗം വ്യക്തമാക്കിയ ശേഷം ഔദ്യോഗികമായി പരിശോധിക്കാം. ഇനി ഭൂമി, അതായത് സ്വന്തം പേരിലല്ലെങ്കിൽ വെറും മറ്റൊരാളുടെ ഭൂമി കൃഷി ചെയ്യുന്നു എന്ന കാരണത്താൽ മാത്രം പദ്ധതിയിൽ അർഹത ലഭിക്കണമെന്നില്ല. പദ്ധതിയിലെ അർഹത ഭൂമിയുടെ ഉടമസ്ഥതയും ബന്ധപ്പെട്ട ഔദ്യോഗിക ഭൂമി രേഖകളും അടിസ്ഥാനമാക്കിയാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം പേരിലുള്ള ഭൂമി സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുക. ഇനി അപേക്ഷിക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളതാണ്. അതായത് ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ഉൾപ്പെടും. അപേക്ഷ നൽകുമ്പോൾ നിങ്ങളുടെ പേര്, ആധാർ വിവരങ്ങൾ, മറ്റ് വിവരങ്ങൾ തുടങ്ങിയവ കൃത്യമായി നൽകണം. ഒരു ചെറിയ തെറ്റ് പോലും പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഇനി ഈ പദ്ധതി എവിടെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. പദ്ധതിയിൽ അംഗമാകാൻ അടുത്തുള്ള സാധാരണ CSC സെന്ററിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. അവിടെ നിങ്ങളുടെ അർഹതയും രേഖകളും പരിശോധിച്ച് അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാം. പ്രധാനമായും ശ്രദ്ധിക്കുക, ഈ പദ്ധതി പ്രധാനമായും ചെറുകിട കർഷകരെയും നാമമാത്ര കർഷകരെയുമാണ് ലക്ഷ്യമിടുന്നത്. കൃഷിയോഗ്യമായ 2 ഹെക്ടർ വരെയുള്ള കർഷകരെയാണ് ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കളായി പരിഗണിക്കുന്നത്. അതായത് ഏകദേശം 5 ഏക്കറിന് താഴെ വരുന്ന കൃഷിഭൂമിയുള്ള അർഹരായ കർഷകർക്ക് ഈ പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാം. എന്നാൽ ഭൂമിയുടെ അളവ് മാത്രം നോക്കിയല്ല അർഹത തീരുമാനിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായപരിധി, മറ്റ് പെൻഷൻ പദ്ധതികളിലെ അംഗത്വം എന്നിവയാണ്. നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്നുള്ളത് അടുത്തുള്ള CSC സെന്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 60 വയസ്സിന് ശേഷം വാർദ്ധക്യത്തിൽ നമുക്കൊരു 3000 രൂപ പെൻഷൻ എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ആരും മിസ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.